നമസ്കാരം. 16-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ വടക്കേ ആഫ്രിക്കൻ തുറമുഖങ്ങളായ അൽജിയേഴ്സ്, ട്യൂണീസ്, ട്രിപ്പോളി എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മെഡിറ്ററേനിയൻ കടലും ഈ കടലിന്റെ തീരപ്രദേശങ്ങളും യൂറോപ്യൻ കപ്പലുകളെയും മറ്റും ആക്രമിച്ചിരുന്ന, കീഴടക്കിയിരുന്ന ഒരു വലിയ കടൽക്കൊള്ള സംഘം ഉണ്ടായിരുന്നു. അവർ യൂറോപ്യൻസ് ആയിരുന്നില്ല. ബാർബറി കൊയേഴ്സുകൾ എന്നറിയപ്പെടുന്ന മുസ്ലിം വംശജരായിരുന്നു അവർ. അടിമക്കച്ചവടത്തിന്റെ മേലാളന്മാരായ യൂറോപ്യൻസിനെ പോലും പിടികൂടി അവരെ അടിമകളാക്കുകയും അവരെ അടിമകളാക്കി വിൽക്കുകയും ചെയ്തിരുന്നു ഈ കൂട്ടർ. മാത്രമല്ല, പല പല നാവിക യുദ്ധങ്ങളിലും സങ്കീർണമായ വ്യാപാര ശൃംഖലകളിലും അവർക്ക് നൂറ്റാണ്ടുകൾ മേൽക്കൈയുണ്ടായിരുന്നു. അന്നത്തെ ലോകശക്തികളായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇവരുടെ കപ്പലുകളിൽ പാറിപ്പറന്നിരുന്ന കൊടി കണ്ടാൽ പോലും ഒന്ന് പോരാടാൻ പോലും നിൽക്കാതെ ഓടിപ്പോവുകയോ നിരുപാധികം കീഴടങ്ങുകയോ ചെയ്യുമായിരുന്നു. പക്ഷേ യൂറോപ്യൻ നാവികസേന പോലും ഭയപ്പെട്ടിരുന്ന ഈ ബാർബറി കൊയേഴ്സുകളെ പോലും അടക്കി ഭരിച്ചിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. രണ്ട് വലിയ സമുദ്രങ്ങൾ അടക്കി ഭരിച്ചിരുന്ന അൽജിയേഴ്സ് കടൽക്കൊള്ളക്കാരെ പോലും ഭരിച്ചിരുന്ന ആ മനുഷ്യൻ ഒരു നാവിക തലവൻ ആയിരുന്നില്ല. ഒരു രാജ്യത്തിൻ്റെയും സേനകളുടെയും പിൻബലം ഉള്ളവനായിരുന്നില്ല. അവൻ ഒരു സാധാരണക്കാരനായിരുന്നു. ഒരു മത്സ്യത്തൊഴിലാളിയുടെ പുത്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജോൺ വാർഡ്. മെഡിറ്ററേനിയൻ കടലിന്റെ കടൽത്തിരകൾ പോലും ഭയന്നിരുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ കടൽക്കൊള്ളക്കാരൻ. യൂറോപ്യൻ രാജ്യങ്ങളിലെ നാവികസേനകളും കടൽക്കൊള്ളക്കാരും വരെ ഭയന്നിരുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ. ഒന്നുമില്ലായ്മയിൽ നിന്നും ശക്തനായ വ്യക്തിയായി മാറുന്നതുവരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം വളരെ സാഹസം നിറഞ്ഞത് തന്നെയായിരുന്നു. അളവറ്റ സമ്പാദ്യം നേടിയെടുത്ത ജോൺ വാർഡ് കൂടെ നിന്ന നൂറുകണക്കിന് സൈനികർക്കും തന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം നൽകാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഒരധികാരത്തിൻ്റെയും മുന്നിൽ കീഴടങ്ങാത്ത ദരിദ്രനായ ഒരു മത്സ്യത്തൊഴിലാളിക്ക് എങ്ങനെയാണ് മെഡിറ്ററേനിയൻ കടലും പസഫിക് മഹാസമുദ്രവുമൊക്കെ തൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരാൻ സാധിച്ചത്, കടൽക്കൊള്ളക്കാരുടെ രാജാവാകാൻ സാധിച്ചത്? ജോൺ വാർഡ് എന്നും ജാക്ക് വാർഡ് എന്നും ബേഡി എന്നും സ്പാരോ എന്നും യൂസഫ് റെയ്സ് എന്നുമൊക്കെ അറിയപ്പെടുന്ന ജോൺ വാർഡിൻ്റെ കടൽക്കൊള്ള സംഘത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഐ ആം ബാലു പടിപ്പുരയിൽ. വെൽക്കം ടു ഫ്ലാഷ് ബാക്ക്. ഇംഗ്ലണ്ടിന്റെ തെക്ക് കിഴക്കൻ തീരത്തുള്ള ഫാവർഷാം എന്ന ചെറിയ പട്ടണത്തിനടുത്താണ് ജോൺ വാർഡ് ജനിക്കുന്നത്. ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. അദ്ദേഹത്തിന്റെ വിവാഹശേഷം തൻ്റെയും തൻ്റെ ഭാര്യയുടെയും നിത്യചെലവിനായി കടലിൽ മത്സ്യബന്ധനം നടത്തുകയാണ് ജോൺ വാർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറുവള്ളത്തിലുള്ള മത്സ്യബന്ധനം വളരെ കഷ്ടം നിറഞ്ഞ ജോലി തന്നെയായിരുന്നു. സീസണുകളിൽ കൂടുതൽ വരുമാനത്തിനായി കൂടുതൽ അധ്വാനിക്കേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന്. ഈ ജോലി ചെയ്തുകൊണ്ട് കുടുംബത്തിന് വേണ്ടി നിത്യച്ചെലവിന് പോലുമുള്ള വരുമാനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ ജോൺ വാർഡിന്റെ ജീവിതം വളരെ ദുരിതപൂർണമായി മുന്നോട്ട് പോവുകയാണ്. വർഷം 1585. ജോൺ വാർഡിന് മുന്നിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അപൂർവ അവസരം ഒരുങ്ങുകയാണ്. ഈ കാലയളവിലാണ് ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അക്കാലത്ത് സ്പെയിനിന്റെ നാവികസേന വളരെ പേരുകേട്ടതും ശക്തവുമായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിന്റെ പക്കൽ നാവികസേന ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് ഒരു നാവികസേന തയ്യാറാക്കിയെടുക്കാൻ എലിസബത്ത് രാജ്ഞിക്ക് അന്ന് കഴിഞ്ഞതുമില്ല. പക്ഷേ ഇതിനു പകരമായി അവിടുത്തെ ഭരണാധികാരികൾ ഒരു വഴി കണ്ടെത്തി. അക്കാലത്ത് ഇംഗ്ലണ്ടിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കച്ചവടം നടത്തിയിരുന്നവരുടെ പക്കൽ വ്യാപാര കപ്പലുകൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഏതു നിമിഷവും സ്പെയിനിന്റെ കപ്പലുകൾ ആക്രമിക്കാനും അവരുടെ ചരക്കുകൾ പിടിച്ചെടുക്കാനുമുള്ള അനുമതി എലിസബത്ത് രാജ്ഞി നൽകുന്നു. പക്ഷേ അങ്ങനെ പിടിച്ചെടുക്കുന്ന കൊള്ളകളിൽ ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് അത് ബ്രിട്ടീഷ് സർക്കാരിനുള്ളതാണ്. ബാക്കിയുള്ളതെന്തും അത് നേടുന്ന വ്യക്തികൾക്ക് സ്വന്തമാക്കാം. ഇതായിരുന്നു ഉത്തരവ്. സാധാരണ നാവികരായ ആളുകൾക്ക് ഈ ജോലി വളരെ കഠിനമാണ്. മാത്രമല്ല, ഇത് വളരെ അപകടകരവുമാണ്. കടൽക്കൊള്ളയ്ക്കായി ഇറങ്ങിത്തിരിച്ചാൽ വർഷങ്ങളോളം കുടുംബത്തിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പല വെല്ലുവിളികളും നിറഞ്ഞിരുന്നുവെങ്കിലും തങ്ങളുടെ ഭാഗ്യം തേടി കടലിലേക്ക് യാത്രയാവാൻ ഇംഗ്ലണ്ടിലെ ഒരുപാട് യുവാക്കൾ തയ്യാറാകുന്നു. പരിചയസമ്പന്നരായ മത്സ്യത്തൊഴിലാളികൾ, പരിചയസമ്പന്നരായ വ്യാപാര കപ്പലുകളിലെ നാവികർ, എന്തിന് അന്നുവരെ കടലിൽ പോകാത്ത നിരവധി യുവാക്കൾ വരെ ഈ കടൽക്കൊള്ളയ്ക്കായി പോകാൻ തയ്യാറായി വന്നു. ഇംഗ്ലീഷ് ഭരണാധികാരികളുടെ നിയമമനുസരിച്ച് ഈ കടൽക്കൊള്ളയ്ക്കായി തയ്യാറായി വന്നവരെയൊക്കെ കച്ചവടക്കാരായി അവർ പ്രഖ്യാപിക്കുന്നു.
യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും ഇംഗ്ലണ്ട് സർക്കാരിൻ്റെ പ്രൈവറ്റ് സൈന്യമായിരുന്നു. പക്ഷേ സ്പാനിഷ് വ്യാപാരികൾക്ക് അവർ വെറും കടൽക്കൊള്ളക്കാർ മാത്രമായി മാറി. അന്ന് ഇത്തരമൊരു അപകടകരമായ സാഹസം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നവരിൽ ഒരാളായിരുന്നു ജോൺ വാർഡ്. കഷ്ടതയും ലാഭവുമില്ലാത്ത മത്സ്യബന്ധനം നിർത്തി ജോൺ വാർഡ് പല പല ഇംഗ്ലീഷ് കപ്പലുകളിൽ സ്പെയിൻ കപ്പലുകൾ കൊള്ളയടിക്കാൻ ഒരു സഹായിയായി ജോലി ചെയ്യുന്നു. അദ്ദേഹം പ്രതീക്ഷിച്ചതിലും ലാഭകരമായിരുന്നു ഈ കൊള്ളകൾ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിതവുമൊക്കെ അഭിവൃദ്ധി പ്രാപിച്ചു. നീണ്ട 18 വർഷങ്ങളാണ് ജോൺ വാർഡ് ഇങ്ങനെയുള്ള കൊള്ളസംഘങ്ങളുമായി പസഫിക് സമുദ്രത്തിൽ കടന്നുകൂടിയത്. വളരെ സംതൃപ്തപരമായ ജീവിതമാണ് ഇക്കാലത്ത് ജോൺ വാർഡ് നയിച്ചു പോകുന്നത്. 1603 അപ്രതീക്ഷിതമായി ഉണ്ടായ എലിസബത്ത് രാജ്ഞിയുടെ മരണം എല്ലാം മാറ്റിമറിച്ചു. എലിസബത്ത് രാജ്ഞിയുടെ പിൻഗാമിയായി വന്ന ജെയിംസ് ഒന്നാമൻ സ്പെയിനുമായി സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. മാത്രമല്ല, ഇംഗ്ലണ്ട് നടപ്പിലാക്കിയ ഈ പ്രൈവറ്റ് യുദ്ധതന്ത്രത്തിന് എതിരായിരുന്നു ജെയിംസ് ഒന്നാമൻ. അതിനും ഒരു കാരണമുണ്ട്. എലിസബത്ത് രാജ്ഞി കടലിലെ കൊള്ള നിയമപരമാക്കിയപ്പോൾ ഈ കൊള്ളകൾ നടത്തുന്നതിനായി ഇറങ്ങിത്തിരിച്ചവർ സ്പെയിൻ കപ്പലുകൾക്ക് പുറമെ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളും ലക്ഷ്യം വെച്ചിരുന്നു. അന്ന് ഈ ജെയിംസ് ഒന്നാമൻ സ്കോട്ട്ലൻഡിലെ ഭരണാധികാരിയായിരുന്നു. എലിസബത്ത് രാജ്ഞി കയറൂരി വിട്ട ഈ പ്രൈവറ്റ് സൈന്യം സ്കോട്ടിഷ് കപ്പലുകളെയും ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. അത് ജെയിംസ് ഒന്നാമനെ വളരെ പ്രതികൂലമായി ബാധിച്ച ഒരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൽ താൻ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ഈ പ്രൈവറ്റ് സേനയെ നിരോധിക്കാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് ഇംഗ്ലണ്ടിൻ്റെ ഈ പ്രൈവറ്റ് സേനകളെ നിരോധിക്കുകയും ഇനി നടക്കുന്ന ആക്രമണങ്ങളിൽ പങ്കെടുക്കുന്നവർ കുറ്റവാളികളായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹം. കടലിൽ സ്വതന്ത്രമായി കൊള്ളകൾ നടത്തി വിഹരിച്ചിരുന്നവർക്ക് ഒറ്റ രാത്രി കൊണ്ട് അപ്രതീക്ഷിതമായി കിട്ടിയ തിരിച്ചടി തന്നെയായിരുന്നു ഈ പ്രഖ്യാപനം. അന്ന് വരെ ഇംഗ്ലണ്ട് ഖജനാവ് നിറച്ചിരുന്നവരൊക്കെ ഇനി മുതൽ സ്പെയിൻ കപ്പലുകളോ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളോ ആക്രമിച്ചാൽ കുറ്റവാളികളായി പ്രഖ്യാപിക്കും. മാത്രമല്ല, അവർക്ക് കഠിനമായ ശിക്ഷയും വിധേയമാക്കും. കടലിൽ ആക്രമണം നടത്തുന്നവർക്ക് ഒരു തരത്തിലുള്ള പിന്തുണയും നൽകാതിരിക്കുകയും ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ സ്പെയിൻ കപ്പലുകൾ ആക്രമിച്ചവരെ ഒരു ദയയുമില്ലാതെ ശിക്ഷിക്കാനും ജെയിംസ് ഒന്നാമൻ തയ്യാറായി. ഇതോടെ നിയമപരിരക്ഷ ഉണ്ടായിരുന്ന നാവികർക്കും അവരുടെ സൈനികർക്കും തങ്ങളുടെ ജോലി നഷ്ടമായി. അവരിൽ ഭൂരിഭാഗം പേർക്കും ഇംഗ്ലണ്ട് സർക്കാരിൻ്റെ നിയമപരിരക്ഷയില്ലാതെ സ്വന്തം റിസ്കിൽ കടൽക്കൊള്ളയിലേക്ക് തന്നെ തിരിയേണ്ടി വരുന്നു. ഈ സമയത്ത് 50 വയസ്സിന് മുകളിൽ പ്രായമായി കഴിഞ്ഞിരുന്ന ജോൺ വാർഡ് മറ്റുള്ളവരെ പോലെ തൊഴിൽരഹിതനായി മാറിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് 2 മാർഗങ്ങളായിരുന്നു. അതിലൊന്ന്, വളരെ ചെറിയ ശമ്പളം മാത്രം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഇംഗ്ലണ്ട് രാജാവിൻ്റെ നാവികസേനയിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ പഴയതുപോലെ വീണ്ടും മത്സ്യത്തൊഴിലാളിയായി കഠിനമായ ജീവിതം നയിക്കുക. ഇത് രണ്ടുമാണ് നിയമപ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വഴികൾ. പക്ഷേ മറ്റൊരു വഴി കൂടി അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അത് ഒരു കടൽ കൊള്ളക്കാരനായി തുടർന്നുകൊണ്ട് സ്പാനിഷ് കപ്പലുകളെയും മറ്റും ആക്രമിക്കുക എന്നതായിരുന്നു. ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ പിടിക്കപ്പെടുമ്പോൾ ഇംഗ്ലണ്ട് സർക്കാരിൻ്റെ വകയായി ഒരു തൂക്കുമരം ഉറപ്പാണെന്ന് അദ്ദേഹത്തിന് നന്നായി തന്നെ അറിയാം. ഇവിടെ ജോൺ വാർഡ് തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെയായിരുന്നു. അതായത് ഇംഗ്ലണ്ട് നാവികസേനയിൽ ചേരുക എന്നത്. ഇംഗ്ലണ്ട് നാവികസേനയിൽ ചേർന്ന ജോൺ വാർഡ് ലിയോൺസ് വെൽപ്പ് എന്ന കപ്പലിൽ ഒരു നാവികനായി നിയമിക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ അദ്ദേഹം വിചാരിച്ചതിനേക്കാൾ സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. ശമ്പളം വളരെ കുറവും വളരെ കഷ്ടതയുള്ള ജോലിയുമായിരുന്നു. മാത്രമല്ല, കഴിക്കാൻ ലഭിക്കുന്ന ഭക്ഷണം പോലും ഒരു നിലവാരവും ഇല്ലാത്തതായിരുന്നു. അത്രയും നാൾ വരെ വളരെ സ്വതന്ത്രനായി കടൽക്കൊള്ളകൾ നടത്തി വന്നിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് നാവികസേനയിലെ ചട്ടങ്ങൾ അനുസരിച്ച് ഒതുങ്ങിക്കൂടേണ്ടി വന്നപ്പോഴുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ സേനയിൽ ചേർന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഓപ്ഷനായിരുന്നു അത്. കാരണം കൂടുതൽ പരിചയസമ്പന്നത ഉണ്ടാകുമ്പോൾ അവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനും മറ്റും അവസരമുണ്ടായിരുന്നു. മാത്രമല്ല, ഇംഗ്ലണ്ട് സേനയെ സംബന്ധിച്ചിടത്തോളം അക്കാലത്ത് യാത്രകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയവും തുറമുഖങ്ങളിൽ തമ്പടിക്കുന്ന രീതിയാണ് ഇംഗ്ലണ്ട് നാവികസേനയ്ക്കുണ്ടായിരുന്നത്. പക്ഷേ വളരെ പരിചയസമ്പന്നനായ ഒരു നാവികനായി മാറിക്കഴിഞ്ഞിരുന്നു ജോൺ വാർഡ്. അദ്ദേഹത്തിന് ഇതൊന്നും ഒരു നല്ല കാര്യമായിരുന്നില്ല. ഇത്രയും പരിചയസമ്പന്നത ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും വ്യാപാര കപ്പലുകളിലോ അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരുടെ കപ്പലുകളിലോ അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ ഉയർന്ന വേതനവും സ്ഥാനവും ലഭിക്കുമായിരുന്നു. മാത്രമല്ല, അങ്ങനെയുള്ള ഇടങ്ങളിൽ സ്വയം വ്യാപാരം നടത്താനും സമ്പന്നനാകാനും അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയും ചെയ്യുമായിരുന്നു. അധിക നാളുകൾ കടന്നുപോയില്ല. അദ്ദേഹത്തിന് ഇംഗ്ലണ്ട് നാവികസേനയിലെ ജോലി മടുത്തു തുടങ്ങി. മാത്രമല്ല, താൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തു.
1 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന അതേ കപ്പലിലുള്ള മറ്റു ജോലിക്കാരെ വിളിച്ചുകൂട്ടി അവരുമായി ചർച്ചകൾ ആരംഭിച്ചു. പ്രധാനമായും ഈ ചർച്ചകളൊക്കെ നടത്തിയിരുന്നത് മദ്യശാലകളിൽ വെച്ചായിരുന്നു. ആ ചർച്ചകളിലെ പ്രധാന സംസാരം ഈ ജോലി വിട്ടു പോകുന്നതിനെക്കുറിച്ചും രാജ്യം വിടുന്നതിനെക്കുറിച്ചും ഒക്കെ തന്നെയായിരുന്നു. വളരെ വാക്ചാതുര്യമുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു നമ്മുടെ ജോൺ വാർഡ്. അവർക്ക് ഉറപ്പായും സ്വാതന്ത്ര്യവും സമ്പന്നവുമായ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുക തന്നെ ചെയ്തു. അങ്ങനെ അദ്ദേഹം വിശ്വസ്തരായ കുറച്ചുപേരെ ഒത്തുചേർത്ത് ഒരു സംഘം രൂപീകരിച്ചു. അവർ എല്ലാവരും ഒരേ തീരുമാനത്തിൽ ചെന്നെത്തി. അത് ഇംഗ്ലണ്ട് നാവികസേനയിൽ നിന്നും ഒളിച്ചോടാനും സ്വതന്ത്രമായി കടൽക്കൊള്ള നടത്താനും തന്നെയായിരുന്നു. പക്ഷേ അവർക്ക് ഈ രാജ്യം വിടണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരു ബോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പലോ ആവശ്യമാണ്. പക്ഷേ അതിനും ജോൺ വാർഡിൻ്റെ കൈകളിൽ വഴിയുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ പ്ലാനുകൾ ഒന്നൊന്നായി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 1603 ജോൺ വാർഡ് ജോലി ചെയ്തിരുന്ന കപ്പൽ ഇപ്പോഴുള്ളത് ഇംഗ്ലണ്ടിലെ പ്രധാന തുറമുഖമായ പോർട്സ്മൗത്തിലാണ്. ഈ തുറമുഖത്ത് വെച്ചാണ് ജോൺ വാർഡ് തൻ്റെ ആദ്യത്തെ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. അത് പോർട്സ്മൗത്തിൽ തന്നെയുള്ള ഒരു ചെറിയ കപ്പൽ മോഷ്ടിക്കുക എന്നതായിരുന്നു. ഇംഗ്ലണ്ടിലെ പട്ടാള നിയമപ്രകാരം ഒളിച്ചോട്ടം ഒരു വലിയ കുറ്റകൃത്യമാണ്. അതിന് ലഭിക്കുക ഉറപ്പായും മരണശിക്ഷ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ചുവടും വളരെ സൂക്ഷിച്ചു വേണം മുന്നോട്ട് വെക്കേണ്ടതെന്ന് ജോൺ വാർഡിന് അറിയാം. ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും അതിൽ രക്ഷപ്പെടുകയും ചെയ്യുന്നത് ഉറപ്പായും ഒരു കടൽ കൊള്ളയായി തന്നെ കണക്കാക്കപ്പെടും. ഒരിക്കലും തിരികെ ഇംഗ്ലണ്ടിലേക്ക് വരാൻ അവർക്ക് പിന്നെ സാധിക്കുകയുമില്ല. പക്ഷേ അവിടെ നിന്നും രക്ഷപ്പെടാനായാൽ ഉറപ്പായും ഒരു മികച്ച ജീവിതം ഉണ്ടാകുമെന്ന് ജോൺ വാർഡിന് ഉറപ്പുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രി ജോൺ വാർഡും സംഘവും തങ്ങൾ ഉണ്ടായിരുന്ന കപ്പലിൽ നിന്നും ആരും കാണാതെ പുറത്തിറങ്ങുന്നു. ശേഷം 2 കാവൽക്കാർ മാത്രമുണ്ടായിരുന്ന ഒരു കപ്പൽ അവർ ലക്ഷ്യം വെച്ചു. ശബ്ദമുണ്ടാക്കാതെ കപ്പലിൻ്റെ അരികിലെത്തിയ ജോൺ വാർഡും കൂട്ടരും ആ കപ്പലിൽ ഉണ്ടായിരുന്ന 2 കാവൽക്കാരെയും നിഷ്പ്രയാസം കീഴടക്കി. ശേഷം ആ കപ്പലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ജോൺ വാർഡും കൂട്ടരും ഇംഗ്ലണ്ട് അധികാരികൾ കടൽക്കൊള്ളക്കാർ എന്ന് മുദ്രകുത്തിയ വെറും കുറ്റവാളികൾ മാത്രമാണ്. മോഷ്ടിച്ച കപ്പലുമായി അവർ യാത്രയായി. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ജോൺ വാർഡിനെ അതിലുണ്ടായിരുന്നവർ ഒന്നിച്ച് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുന്നു. ഒരു രാജ്യത്തിൻ്റെയോ ഭരണാധികാരിയുടെ കീഴിലല്ലാത്ത ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റനെയും അതിൻ്റെ നിയന്ത്രണത്തെയും ആരുടെ കൈകളിൽ ഏൽപ്പിക്കണമെന്ന തീരുമാനത്തിൽ അതിലുള്ളവർക്ക് തന്നെ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും. കാരണം ഇങ്ങനെയുള്ള കടൽക്കൊള്ളക്കാർക്കിടയിൽ അവരുടെ ക്യാപ്റ്റൻ ആരാകണമെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ അവർക്കിടയിൽ ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുത്ത തീരുമാനം അവരെ വളരെ വിജയകരമായി മുന്നോട്ട് നയിക്കാനും ഒന്നിച്ചു നിർത്താനും കാരണമായി എന്ന് ചരിത്രം പറയുന്നു. ഈ കൂട്ടത്തെ ഒന്നിച്ചു ചേർക്കാനും അവർക്ക് ഒളിച്ചോടുന്നതിനായി ഒരു ചെറിയ കപ്പൽ മോഷ്ടിക്കുന്നതിനുമൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് ജോൺ വാർഡിൻ്റെ ബുദ്ധി തന്നെയായിരുന്നു. അതെല്ലാം അക്കൂട്ടത്തിലുള്ളവരെ സ്വാധീനിച്ചിരിക്കണം. അതുകൊണ്ടാകണം ഏകകണ്ഠമായി ജോൺ വാർഡിനെ അവർ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തതും. ഈ യാത്ര മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറ്റൊരു തുറമുഖത്ത് നിന്നും അവർ ഒരു കപ്പൽ കൂടി മോഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ പേര് വയലറ്റ് എന്നായിരുന്നു. ഇപ്പോൾ 2 കപ്പലുകൾ ജോൺ വാർഡിൻ്റെ നിയന്ത്രണത്തിൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ഈ കാലഘട്ടത്തിൽ മെഡിറ്ററേനിയൻ കടലിലെ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1603 ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശം അനേകം ശത്രുരാജ്യങ്ങളുടെയും കടൽക്കൊള്ളക്കാരുടെയും ഇടമായിരുന്നു. ഉദാഹരണമായി ഓട്ടോമൻ സാമ്രാജ്യത്തിലെ മുസ്ലിം രാജ്യങ്ങളും തെക്കൻ യൂറോപ്പിലെ ക്രിസ്ത്യൻ ഭരണ പ്രദേശത്തുമുള്ള രാജ്യങ്ങളും തമ്മിൽ സംഘർഷം വളരെ രൂക്ഷമായിരുന്നു. ഈ ശത്രുതയുടെ പോരാട്ടങ്ങളൊക്കെയും നടക്കുന്നത് ഈ മെഡിറ്ററേനിയൻ കടലിൽ തന്നെയായിരുന്നു. ഈ കടലിൽ അക്കാലത്ത് പ്രത്യേകിച്ച് ഒരു രാജ്യത്തിനും മേൽക്കൈയും ഉണ്ടായിരുന്നില്ല. ഈ കാരണങ്ങളൊക്കെ മെഡിറ്ററേനിയൻ കടൽ ജോൺ വാർഡിന് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. വെനീസ്, ജനോവ, അലപ്പോ, ഇസ്മിർ തുടങ്ങിയ നഗരങ്ങൾക്കിടയിൽ ഒരു വലിയ വ്യാപാര ശൃംഖല മെഡിറ്ററേനിയൻ കടൽ വഴി ഉണ്ടെന്നും ജോൺ വാർഡിന് നന്നായി തന്നെ അറിയാം. പക്ഷേ ജോൺ വാർഡ് മെഡിറ്ററേനിയൻ കടലിലേക്ക് കടക്കുന്ന ഈ കാലഘട്ടത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ വേറെയും കടൽ കൊള്ളക്കാർ വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അവരായിരുന്നു ബാർബറി കോർസെയറുകൾ. ഈ കടൽ കൊള്ളക്കാരെ നേരിടുന്നതിനായി ഈ മേഖലയിലെ പല തുറമുഖങ്ങളും പല രാജ്യങ്ങളും തങ്ങളുടെ നാവികസേനയെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഈ മേഖലയിലും തനിക്ക് ഒരു സ്ഥാനമുണ്ടാക്കാൻ കഴിയുമെന്ന് ജോൺ വാർഡ് കരുതുന്നു. മെഡിറ്ററേനിയയുടെയും വടക്കേ ആഫ്രിക്കയുടെയും ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ ഉറപ്പായും കടൽക്കൊള്ളക്കാർക്ക് സുരക്ഷിതമായി താവളമൊരുക്കാൻ കഴിയുന്ന നിരവധി പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആഫ്രിക്കയുടെ വടക്കൻ തീരത്തുള്ള
സലേ, അൽജിയേഴ്സ്, ട്രിപ്പോളി, ട്യൂണിസ്, മൾട്ട എന്നിവ ഇങ്ങനെയുള്ള തുറമുഖങ്ങളിൽ ചിലതാണ്. പക്ഷേ ജോൺ വാർഡ് ഈ മേഖലയിലേക്ക് എത്തിച്ചേരുമ്പോഴേക്കും ഈ പ്രദേശത്തെ ചില തുറമുഖങ്ങൾ സമുദ്രങ്ങളിൽ കടൽക്കൊള്ളക്കാർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്ന, അതായത് അവരെ കണ്ടുപിടിക്കാനും ആക്രമിച്ച് ഇല്ലാതാക്കുകയോ കീഴടക്കുകയോ ചെയ്യുന്നതിനായി പ്രവർത്തിക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മുടെ ജോൺ വാർഡ് തിരഞ്ഞെടുത്ത പ്രദേശത്തെപ്പറ്റി ചില ധാരണകളൊക്കെ നമുക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിച്ച ജോൺ വാർഡിന്റെ കപ്പലിലേക്ക് തിരികെ പോകാം. ഇതുവരെ അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് കൂടുതൽ കപ്പലുകൾ തന്നെയാണ്. ഇതിനായി ജോൺ വാർഡും സംഘവും മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ മുന്നിൽ കണ്ട ഡച്ച് കപ്പൽ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. അധികം ചെറുത്ത് നിൽക്കാതെ തന്നെ ഈ ഡച്ച് കപ്പൽ ജോൺ വാർഡിന് മുന്നിൽ കീഴടങ്ങുന്നു. അദ്ദേഹം പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സമ്മാനം ഈ ഡച്ച് കപ്പലിൽ അദ്ദേഹത്തിന് ലഭിച്ചു. അത് ഒരു വലിയ ആയുധ ശേഖരമായിരുന്നു. 32 ഗണ്ണുകളായിരുന്നു ഈ കപ്പലിൽ നിന്നും ജോൺ വാർഡിന് ലഭിച്ചത്. ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ കൊല്ലുന്നതിന് പകരം ആ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്ന ചെറു ബോട്ടുകളിൽ അവരെ സ്വതന്ത്രമാക്കി വിടുകയാണ് ജോൺ വാർഡ് ചെയ്തത്. ഒരു മെഡിറ്ററേനിയൻ കടൽക്കൊള്ളക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ആരംഭം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒന്നൊന്നായി കപ്പലുകൾ പിടിച്ചടക്കാൻ അദ്ദേഹം തുടക്കം കുറിച്ചു. വളരെ ശാന്തമായി കപ്പലുകളെ സമീപിക്കുന്ന ജോൺ വാർഡും സംഘവും ആദ്യം തങ്ങൾ കടൽക്കൊള്ളക്കാരല്ല എന്ന പ്രതീതി ജനിപ്പിക്കും. അതിനുശേഷം അടുത്തെത്തിയതും അപ്രതീക്ഷിതമായി അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടും. ചില കപ്പലുകൾ നിരുപാധികം കീഴടങ്ങുമ്പോൾ മറ്റു ചില കപ്പലുകൾ അവരുടെ പോരാട്ട വീര്യം പുറത്തെടുക്കും. പക്ഷേ അതൊന്നും ജോൺ വാർഡിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വിലപ്പോയില്ല. ജോൺ വാർഡ് ഒന്നൊന്നായി കപ്പലുകൾ പിടിച്ചെടുക്കാൻ തുടങ്ങുന്നു. ഈ പിടിച്ചെടുത്ത കപ്പലുകളിൽ വിലപിടിപ്പുള്ള ഒരുപാട് ചരക്കുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നു. ആഡംബര വസ്തുക്കൾ, തുണിത്തരങ്ങൾ, കോട്ടൺ, വെൽവെറ്റ്, പട്ട്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ചായങ്ങൾ തുടങ്ങി അക്കാലത്തെ വില കൂടിയ ചരക്കുകൾ തന്നെയായിരുന്നു ഈ കപ്പലുകളിൽ നിന്നും ജോൺ വാർഡും സംഘവും പിടിച്ചെടുത്തത്. വ്യാപാരം ചെയ്യാൻ കഴിയുന്ന ഏത് വസ്തുവും ജോൺ വാർഡും സംഘവും പിടിച്ചെടുക്കുമായിരുന്നു. മാസങ്ങളോളം കടലിൽ ചെലവഴിച്ച് കൊള്ളകൾ നടത്തിയ ജോൺ വാർഡ് തൻ്റെ ചെറിയ സേനയുമായി കൊള്ളവസ്തുക്കൾ കച്ചവടം നടത്തുന്നതിനായി ഒരു സൗഹൃദ പ്രദേശം തേടാൻ ആരംഭിച്ചു. വാർഡ് ഇതിനായി ആദ്യം പോകുന്നത് അൽജിയേഴ്സിലേക്കാണ്. കൊള്ളവസ്തുക്കൾ സുരക്ഷിതമായി കച്ചവടം ചെയ്യുന്നതിന് പറ്റിയ ഇടങ്ങളിൽ ഒന്നായിരുന്നു അൽജിയേഴ്സ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം അൽജിയേഴ്സിൽ കപ്പലുകൾ അടുപ്പിച്ചു. പക്ഷേ ഒരു മാസത്തിന് മുൻപ് മറ്റൊരു ഇംഗ്ലീഷ് കടൽക്കൊള്ള സംഘം അൽജിയേഴ്സ് കപ്പലുകളെ ആക്രമിക്കുകയും അവരുടെ ചരക്കുകൾ പിടിച്ചെടുക്കുകയും അതിലുണ്ടായിരുന്ന നാവികരെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നാവികരും ഇംഗ്ലീഷ് കപ്പലും ഒന്നും അവർക്ക് ഇപ്പോൾ സൗഹൃദപരമായിരുന്നില്ല. ജോൺ വാർഡിന്റെ കപ്പലുകൾ അൽജിയേഴ്സിലേക്ക് അടുത്തതും അത് ഇംഗ്ലീഷുകാരാണെന്ന് മനസ്സിലാക്കിയ അൽജിയേഴ്സ് സേന അവരെ വളഞ്ഞു. അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കിയ ജോൺ വാർഡ് അവിടുത്തെ ഭരണാധികാരിയുമായി സംസാരിക്കാൻ ഒരവസരം നൽകാൻ അപേക്ഷിക്കുന്നു. അവിടുത്തെ ഭരണാധികാരിയുമായി സംസാരിച്ച് ജോൺ വാർഡിന് ഒരു ധാരണയിലെത്താൻ സാധിച്ചു. തൻ്റെ കപ്പലുകളിലുള്ള എല്ലാ കൊള്ളവസ്തുക്കളും എടുത്തുകൊണ്ട് തന്നെയും തൻ്റെ കൂട്ടരെയും കപ്പലുകളെയും വിട്ടയക്കണമെന്ന് ജോൺ വാർഡ് അയാളോട് അഭ്യർത്ഥിക്കുന്നു. അത് അൾജീരിയൻ ഭരണാധികാരി അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ മാസങ്ങളോളം ജോൺ വാർഡും സംഘവും കൊള്ളയടിച്ച് നേടിയ എല്ലാ സമ്പാദ്യവും അവർക്ക് നൽകിയിട്ട് കപ്പലുകളിൽ അവിടെ നിന്നും യാത്ര തിരിച്ചു. അതുവരെ അവർ നേടിയ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജോൺ വാർഡും സംഘവും പിന്നീട് ചെന്നെത്തിയത് ട്യൂണീസിലേക്കായിരുന്നു. 1605 ട്യൂണീസിലെ ഒരു മുൻ സൈനികനായിരുന്ന കാര ഓസ്മാൻ എന്നയാളുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു അന്ന് ട്യൂണീസ് ഉണ്ടായിരുന്നത്. മെഡിറ്ററേനിയൻ കടലിൽ കടൽക്കൊള്ളകൾ നടത്തുന്ന പ്രധാന ശക്തികളായ ബാബരി കോസേറുകളിൽ ഒരു ശക്തമായ ഒരു ഗ്രൂപ്പ് കാര ഓസ്മാന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നു. അതായത് മെഡിറ്ററേനിയൻ കടലിൽ നടക്കുന്ന ഭൂരിഭാഗം കടൽക്കൊള്ളകളും അതിൽ പിടിച്ചെടുക്കുന്ന ചരക്കുകളുടെ കച്ചവടവും നടത്തുന്ന ഒരു പ്രധാന തുറമുഖം തന്നെയായിരുന്നു ട്യൂണീസ്. ഈ കാര ഓസ്മാന്റെ കീഴിൽ ഒരവസരം തനിക്കും നേടിയെടുക്കുന്നതിൽ നമ്മുടെ ജോൺ വാർഡ് വിജയിക്കുന്നു. കാര ഓസ്മാൻ ജോൺ വാർഡുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. ജോൺ വാർഡിന്റെ കപ്പലുകൾക്ക് കൊള്ള നടത്താൻ ആവശ്യമായ ആയുധങ്ങളും ആവശ്യത്തിന് ആളുകളെയും നൽകാൻ കാര ഓസ്മാൻ തയ്യാറാണ്. പക്ഷേ ജോൺ വാർഡും സംഘവും നടത്തുന്ന കൊള്ളകളിൽ നേടിയെടുക്കുന്ന എല്ലാ ചരക്കുകളും കാര ഓസ്മാന് ന്യായമായ വിലയ്ക്ക് വിൽക്കണം. മാത്രമല്ല ലഭിക്കുന്ന ചരക്കുകൾ അതെന്തു തന്നെയായാലും ഒരു നിശ്ചിത ശതമാനം ഫ്രീ ആയി കാര ഓസ്മാന് നൽകുകയും വേണം. ഈ ചരക്കുകൾ കൂടുതൽ ലാഭത്തിൽ ഇംഗ്ലീഷ് വ്യാപാരികൾക്ക് കാര ഓസ്മാൻ മറിച്ച് വിൽക്കുകയാണ് ചെയ്തിരുന്നത്. ഈ ഇംഗ്ലീഷ് വ്യാപാരികളുമായി ജോൺ വാർഡ് നേരിട്ട് കച്ചവടം നടത്താനും പാടില്ല. ഇതായിരുന്നു കരാർ. അതൊരു നല്ല ഡീലാണെന്ന് ജോൺ വാർഡിന് തോന്നി.
അദ്ദേഹം അതിന് സമ്മതം മൂളുകയും ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൊള്ളസാധനങ്ങൾ വിൽക്കാൻ സുരക്ഷിതമായ ഒരു തുറമുഖവും വ്യാപാര മാർക്കറ്റും മാത്രമാണ് ഇപ്പോൾ ആവശ്യം. ഈ കരാറിലൂടെ അത് രണ്ടും പൂർണ്ണമായും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. കാര ഉസ്മാൻ വാഗ്ദാനം ചെയ്ത ആയുധങ്ങളും ആളുകളെയും ഒക്കെ ജോൺ വാർഡിന് നൽകുന്നു. ഇതോടെ ഒരു ഭരണാധികാരിയുടെ പിന്തുണയോടെ മെഡിറ്ററേനിയൻ കടലിലെ ഏറ്റവും കുപ്രസിദ്ധനായ കടൽക്കൊള്ളക്കാരിൽ ഒരാളായി ജോൺ വാർഡ് മാറുന്നു. ഇനി ജോൺ വാർഡിന് മുന്നിലുള്ളത് ഈ മേഖലയിൽ തൻ്റെ പേര് പ്രശസ്തമാക്കുക എന്നതാണ്. വടക്കേ ആഫ്രിക്കൻ കടൽക്കൊള്ളക്കാരായ കോർസെയറുകൾക്കൊപ്പം ജോൺ വാർഡും കൂട്ടരും തങ്ങളുടെ പുതിയ യാത്രകൾ ആരംഭിക്കുന്നു. കണ്ണിൽ കാണുന്ന ദുർബലരായ എല്ലാ കപ്പലുകളെയും അവർ ആക്രമിച്ച് പിടിച്ചെടുക്കുന്നു. ജോൺ വാർഡ് മെഡിറ്ററേനിയൻ കടൽ മുഴുവൻ തൻ്റെ ആക്രമണ പരിധിക്കുള്ളിൽ കൊണ്ടുവന്നു. ജോൺ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമ്പന്നമായ മേഖല തന്നെയായിരുന്നു മെഡിറ്ററേനിയൻ കടൽ. കടൽക്കൊള്ളകൾ നടത്തുന്ന കോർസെയറുകളുടെ സീബെക് കപ്പലുകളും മറ്റും മെഡിറ്ററേനിയൻ കടലുകളിൽ സാധാരണമാണ്. പക്ഷേ ഇപ്പോൾ അതേ മെഡിറ്ററേനിയൻ കടലിൽ ഒരു യൂറോപ്യൻ്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ കപ്പലുകളിൽ യൂറോപ്യൻ സൈനികർ തങ്ങളുടെ കപ്പൽ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മെഡിറ്ററേനിയൻ കടലിലേക്ക് കടന്നു വരുന്ന യൂറോപ്യൻ കപ്പലുകൾ ഒരിക്കലും ജോൺ വാർഡിൻ്റെ കപ്പലുകളെ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ കണ്ടിരുന്നില്ല. ഇത് ജോൺ വാർഡിന് കപ്പലുകളുടെ അടുത്തേക്ക് സുരക്ഷിതമായി ചെല്ലാനും അപ്രതീക്ഷിതമായി ആക്രമണം നടത്തി കപ്പലുകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനും വളരെയധികം സഹായിച്ചു. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന വ്യാപാര കപ്പലുകളിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആയുധങ്ങൾ സ്ഥാപിക്കും. കൂടാതെ വ്യാപാരികളെ പോലെ തൻ്റെ ആളുകളെയും അതിൽ കയറ്റും. ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു വ്യാപാര കപ്പൽ എന്ന തോന്നൽ ഉണ്ടാകുന്നത് കൊണ്ട് മറ്റ് കപ്പലുകൾക്ക് അപകടം മനസ്സിലാകില്ല. കപ്പലുകൾക്ക് അരികിലെത്തിയാൽ നിമിഷങ്ങൾ കൊണ്ട് ആക്രമണം നടത്തി കപ്പൽ കീഴടക്കും. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ജോൺ വാർഡ് തൻ്റെ പുതിയ പുതിയ തന്ത്രങ്ങളും ആക്രമണ ശൈലികളും രൂപപ്പെടുത്തി വിജയിച്ച് മുന്നേറുന്നു. 1605 റിച്ചാർഡ് ബിഷപ്പ്, ആന്റണി ജോൺസൺ എന്നിവരുൾപ്പെടെ നിരവധി ഡച്ച്, ഇംഗ്ലീഷ് നാവികർ ജോൺ വാർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ കടന്നു വരുന്നുണ്ട്. കൂടുതൽ ശക്തരും പ്രവർത്തനക്ഷമതയുള്ള നാവികരും ജോൺ വാർഡിനെ കൂടുതൽ ശക്തനാക്കി മാറ്റി. 1606 നവംബർ മാസം പതിവ് പോലെ കൊള്ള മുതൽ ട്യൂണീസിലെത്തിച്ച് കാര ഉസ്മാനെ കൈമാറിയതിനു ശേഷം ട്യൂണീസിൽ നിന്നും തൻ്റെ ചെറിയ കപ്പലുകളിൽ അടുത്ത യാത്ര തുടങ്ങിയതാണ് ജോൺ വാർഡ്. ഈ യാത്രയിൽ ക്യാപ്റ്റൻ ജോൺ വാർഡ് ഇംഗ്ലീഷ് വ്യാപാര കപ്പലായ ജോൺ ബാപ്റ്റിസ്റ്റ് എന്ന കപ്പൽ ശ്രദ്ധയിൽപ്പെടുന്നു. ഈ കപ്പൽ ആക്രമിച്ച് കീഴടക്കിയ ജോൺ വാർഡ് ഈ കപ്പലിൻ്റെ പേര് ലിറ്റിൽ ജോൺ എന്നാക്കി മാറ്റുകയും ചെയ്തു. ഈ കപ്പലിലെ നാവികരെയും ജീവനക്കാരെയും തൻ്റെ ഒപ്പം നിർത്തുന്നതിനായി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചു. ഈ ശ്രമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയും വാക്ചാതുര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ കപ്പലിലുണ്ടായിരുന്ന ഇംഗ്ലണ്ട്, ഡച്ച് സ്വദേശികളായ അടിമകളെ മോചിപ്പിക്കുകയും തൻ്റെ സംഘത്തിലേക്ക് ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെയൊക്കെ ഒരു കടൽക്കൊള്ള സംഘത്തിലേക്ക് ചേർത്ത് തന്നെ പിന്തുടരുന്നവരാക്കി മാറ്റാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും സാധിച്ചത് ജോൺ വാർഡ് എന്ന നായകന്റെ മികവ് കാണിക്കുന്നു. ജോൺ വാർഡ് ഒരു നിയമവിരുദ്ധനും രാജ്യദ്രോഹിയും വില്ലനുമൊക്കെയായി അദ്ദേഹത്തിൻ്റെ രാജ്യം പ്രഖ്യാപിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ ദരിദ്ര വിഭാഗങ്ങൾക്ക് പ്രേരണ നൽകുന്നവനായും തടവുകാരെയും അടിമകളെയും മോചിപ്പിക്കുന്നതിനായി ശ്രമങ്ങൾ നടത്തുകയും അവരെ മോചിപ്പിക്കാൻ പണം ചെലവഴിച്ചിരുന്നു എന്നതിനും തെളിവുകളുണ്ട്. പലപ്പോഴും ബുദ്ധിമുട്ടിലാക്കപ്പെട്ട ഇംഗ്ലീഷ് നാവികരെയും മറ്റും അദ്ദേഹം അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ദരിദ്രരായവരിൽ നിന്നും തൻ്റെ സേനയിലേക്ക് നാവികരായി ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് താൻ നേടുന്നതിൽ ഒരു പങ്ക് നൽകി സമ്പന്നരാകുന്നതിൽ സഹായിക്കുകയും ചെയ്തിരുന്നു. അന്നുണ്ടായിരുന്ന സാധാരണ നാവികർ അദ്ദേഹത്തിൻ്റെ നന്മ അറിയുകയും അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്തവരായിരുന്നു. ജോൺ വാർഡിൻ്റെ കടൽക്കൊള്ള സംഘത്തിൽ ഇംഗ്ലീഷ് നാവികരും ഡച്ച് നാവികരും അറബിക് നാവികരും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയധികം പല വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ഒരു ടീമായി പ്രവർത്തിപ്പിച്ച് വിജയിപ്പിച്ച അദ്ദേഹം ഒരു മികച്ച നേതാവ് എന്ന് തെളിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന കപ്പലുകൾ, ജോലിക്കാർ, നാവികർ, സാധാരണ ജീവനക്കാർ ഇവരെയൊക്കെ ഒരുമിച്ച് നിർത്താൻ സാധിച്ചത് ഒരു മികച്ച ക്യാപ്റ്റന്റെ തെളിവ് തന്നെയാണ്. മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതിലല്ല, മറിച്ച് കൂടുതൽ സമ്പത്ത് ശേഖരിക്കുക, അതായത് കൂടുതൽ കടൽക്കൊള്ളകൾ നടത്തി കൂടുതൽ സമ്പത്ത് സമ്പാദിക്കുകയും അത് കൂടെയുള്ളവർക്ക് കൃത്യമായ രീതിയിൽ പങ്കിട്ട് നൽകുകയും ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രദ്ധയും. ഇംഗ്ലീഷ് നാവികസേനയിൽ നിന്നും ഒളിച്ചോടിയിട്ട് വളരെയധികം നാളുകളായിട്ടില്ല. എന്നിട്ടും ജോൺ വാർഡ് ഇപ്പോൾ സമ്പന്നനും വിജയിയായ ഒരു നായകനുമാണ്. പക്ഷേ ജോൺ വാർഡിന് അതൊന്നും മതിയായിരുന്നില്ല. കൂടുതൽ സമ്പാദിക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നു. ലിറ്റിൽ ജോൺ എന്ന കപ്പൽ പിടികൂടിയതിന് ശേഷം വാർഡ് റൂബി, കാർമാനിറ്റി എന്നിവ ഉൾപ്പെടെ നിരവധി കപ്പലുകൾ അദ്ദേഹം പിടിച്ചെടുക്കുന്നുണ്ട്. ഈ രണ്ട് ചെറു കപ്പലുകളും വളരെ വിലപിടിപ്പുള്ള ചരക്കുകൾ ഉൾപ്പെട്ട വെനീഷ്യൻ കപ്പലുകളായിരുന്നു. അപ്പോഴും ട്യൂണീസിലെ കാര ഉസ്മാനുമായി ഏർപ്പെട്ട കരാറുകൾ കൃത്യമായി പാലിച്ചു വന്നിരുന്നു ജോൺ വാർഡ്.
പിന്നീട് അദ്ദേഹം കാര ഓസ്മാനുമായി ചേർന്ന് 4 വലിയ കപ്പലുകളുടെ ഒരു സേന തയ്യാറാക്കി. ലിറ്റിൽ ജോൺ, റൂബി, കാർമാനിറ്റി, ഗിഫ്റ്റ് എന്നിവയായിരുന്നു ഈ കപ്പലുകൾ. ആവശ്യത്തിന് പീരങ്കികൾ, തോക്കുകൾ, വാളുകൾ, മറ്റായുധങ്ങളും ഒക്കെ അടങ്ങിയ കടൽക്കൊള്ള നടത്തുന്നതിനായി കിട്ടാവുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഈ 4 കപ്പലുകളിലും ജോൺ വോർഡ് സജ്ജീകരിച്ചു. ഈ തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ ജോൺ വോർഡും കൂട്ടരും ട്യൂണീസിൽ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു. ട്യൂണീഷ്യൻ തുറമുഖം കടൽക്കൊള്ളക്കാരെ പോലെ തന്നെ വ്യാപാര കപ്പലുകളെയും കൊണ്ട് സമ്പന്നമാണ്. മെഡിറ്ററേനിയൻ കടലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും ഇവിടെ വരികയും കച്ചവടങ്ങൾ നടത്തി തിരികെ പോവുകയും ചെയ്യുമായിരുന്നു. ജോൺ വോർഡിൻ്റെയും കൂട്ടരുടെയും കയ്യിൽ ധാരാളം പണമുണ്ടായിരുന്നു. അവർക്ക് ഈ തുറമുഖത്ത് ആഡംബരപൂർണമായ ജീവിതം നയിക്കാൻ ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. ഇക്കൂട്ടത്തിലുള്ളവർക്ക്, അതായത് ജോൺ വോർഡിൻ്റെ സംഘത്തിലുള്ളവരിൽ അധികവും ആളുകളും ട്യൂണീഷ്യൻ നഗരത്തിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുകയും കുടുംബങ്ങൾ പുലർത്തുകയും ചെയ്തിരുന്നു. മറ്റു ചിലർ അവിടെ വളരെ അടുത്ത സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതോടെ അവിടുത്തെ സമൂഹത്തിലും ജോൺ വോർഡിൻ്റെ പ്രസക്തി കൂടി വന്നു. ജോൺ വോർഡും സംഘവും ഇപ്പോൾ ഈ നഗര വരുമാനത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. ഇതോടെ ജോൺ വോർഡിൻ്റെയും ട്യൂണീഷ്യൻ ഭരണാധികാരിയായ കാര ഒസ്മാൻ്റെയും ബന്ധം കൂടുതൽ വളർന്നു. കാര ഒസ്മാൻ ജോൺ വാർഡിനെ വിളിച്ചിരുന്നത് ജാക്ക് എന്നായിരുന്നു. ഒരിക്കൽ ജോൺ വോർഡിൻ്റെ കയ്യിൽ പച്ചകുത്തിയിരുന്ന ഒരു ചിത്രം ഒസ്മാൻ കാണാനിടയായി. അതൊരു മത്സ്യത്തിൻ്റെ ചിത്രമാണ്. 5000 നോട്ടിക്കൽ മൈൽ ദൂരം സമുദ്രയാത്ര നടത്തിയാൽ അക്കാലത്ത് ഇംഗ്ലണ്ട് സർക്കാർ നൽകിയിരുന്ന ഒരു സ്ഥാനം എന്ന നിലയ്ക്കാണ് ഈ ചിഹ്നം പച്ചകുത്തുന്നത്. ഈ ചിഹ്നത്തെ പക്ഷേ കാര ഒസ്മാൻ വിശേഷിപ്പിച്ചത് സ്പാരോ എന്നാണ്. അങ്ങനെ ജോൺ വാർഡിനെ കാര ഒസ്മാൻ വിളിച്ച പേരാണ് ക്യാപ്റ്റൻ ജാക്ക് സ്പാരോ. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷം പുതുതായി തയ്യാറാക്കിയ 4 വലിയ കപ്പലുകൾ ഉൾപ്പെടെ ആ സംഘം ജാക്ക് സ്പാരോയുടെ നേതൃത്വത്തിൽ ട്യൂണീഷ്യൻ തുറമുഖം വിടുന്നു. അവരുടെ ലക്ഷ്യം ലോകത്തിലെ തന്നെ അന്നത്തെ ഏറ്റവും സമ്പന്ന പ്രദേശമായ വെനീസിൽ നിന്നും പുറപ്പെടുന്ന കപ്പലുകളാണ്. അതിനായി അവർക്ക് മെഡിറ്ററേനിയൻ കടലിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള അഡ്രിയാറ്റിക് കടലിലേക്ക് പ്രവേശിക്കണം. 1607 ഏപ്രിൽ മാസം അഡ്രിയാറ്റിക് കടലിലേക്ക് പ്രവേശിച്ച ജോൺ വോർഡിനും സംഘത്തിനും ഒരു വലിയ കൊടുങ്കാറ്റിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അപ്രതീക്ഷിതമായി വീശിയടിച്ച ഈ കൊടുങ്കാറ്റിൽ ഉയർന്നു പൊങ്ങിയ വൻ തിരമാലകളിൽ ജോൺ വോർഡും സംഘവും അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയി. ജോൺ വോർഡിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സംഘത്തിലുള്ളവരുടെ കഠിനാധ്വാനവും ഈ കൊടുങ്കാറ്റിനെ മറികടക്കാൻ അവരെ സഹായിച്ചു. എങ്കിലും അവരുടെ ചെറിയ 2 കപ്പലുകളും അതിലുണ്ടായിരുന്ന നാവികരും അവർക്ക് നഷ്ടമായി. പക്ഷേ കൊടുങ്കാറ്റിനെ അതിജീവിച്ച ജോൺ വോർഡും സംഘവും പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് തങ്ങളുടെ കപ്പലുകൾ നയിച്ചു. 1607 ഏപ്രിൽ 26 ജോൺ വോർഡ് അങ്ങകലെയായി ഒരു വലിയ കപ്പൽ കാണുന്നു. അത് വെനീഷ്യൻ കപ്പലുകളിൽ ഏറ്റവും മികച്ചതും വലുതുമായ റെനിയേര ഈ സൊഡെറീന എന്ന കപ്പലായിരുന്നു. വിലപിടിപ്പുള്ള ചരക്കുകളും യാത്രക്കാരെയും വഹിച്ചുകൊണ്ടു പോകുന്ന ഒരു കപ്പലായിരുന്നു അത്. അന്നത്തെ 2 ലക്ഷം പൗണ്ട് വരെ വില വരുന്ന ചരക്കുകൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു. വില കൂടിയ വസ്ത്രങ്ങൾ, ആഡംബര വസ്തുക്കൾ, പരുത്തി, പട്ട്, ചായങ്ങൾ, കറുവപ്പട്ട പോലെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ ഇതൊക്കെ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ജോൺ വോർഡിനെ സംബന്ധിച്ചിടത്തോളം അന്ന് വരെ അദ്ദേഹം നേടിയ കടൽക്കൊള്ളകളിൽ നേടിയെടുത്ത സമ്പാദ്യത്തെക്കാൾ അധികം ഈ ഒരൊറ്റ കപ്പലിൽ ഉണ്ടായിരുന്നു. അധികം വിലപിടിപ്പുള്ള ചരക്കുമായി പോകുമ്പോൾ ഉറപ്പായും ആ കപ്പൽ കടൽക്കൊള്ളക്കാരെ പ്രതിരോധിക്കാൻ തക്കവണ്ണം രൂപപ്പെടുത്തിയതായിരിക്കാം. വളരെ ഭീമാകാരനായ ഈ കപ്പലിൽ പീരങ്കികളും വെടിക്കോപ്പുകളും ഒക്കെ തയ്യാറാക്കിയിരുന്നു. അതൊക്കെ നിയന്ത്രിക്കാൻ സൈനികരും ഈ കപ്പലിൽ ഉണ്ടായിരുന്നു. ഇന്നുവരെ ചെറുതും ഭാരം കുറഞ്ഞതുമായ ആയുധശേഷി കുറഞ്ഞതുമായ കപ്പലുകളെ വേട്ടയാടിയിരുന്ന ജോൺ വോർഡിനും സംഘത്തിനും ഈ കപ്പൽ ഇപ്പോൾ ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ജോൺ വോർഡും സംഘവും പഴയ ചെറിയ കപ്പലുകളിലല്ല കൊള്ള നടത്താൻ വന്നിരിക്കുന്നത്. എല്ലാ സന്നാഹവുമുള്ള 4 വലിയ കപ്പലുകൾ ഇപ്പോൾ ജോൺ വോർഡിന്റെ നേതൃത്വത്തിൽ ഉണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആ വലിയ കൊടുങ്കാറ്റിൽ തൻ്റെ സൈനികരുടെ പകുതി നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ഈ കപ്പലിനെ ആക്രമിക്കാൻ തന്നെ തീരുമാനിച്ചു. ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ ഈ മേഖലയിൽ വീശിയടിച്ച കാറ്റ് ജോൺ വോർഡിന് അനുകൂലമാകുന്നു. അപ്പോൾ വീശിയടിച്ച കാറ്റ് ഈ കപ്പലിനെ കൂടുതൽ ജോൺ വോർഡിന്റെ കപ്പലിന്റെ പീരങ്കികളുടെ റേഞ്ചിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ ഈ കാലാവസ്ഥയിലും ജോൺ വോർഡ് തൻ്റെ കപ്പലുകളെ വിദഗ്ധമായി നിയന്ത്രിക്കുകയും റെനിയേര ഈ സൊഡെറീന എന്ന കപ്പലിന് നേർക്ക് പീരങ്കികൾ കൊണ്ടുള്ള നിരന്തര ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട്. കടൽക്കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടാനായി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരുന്നുവെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരിട്ട അനുഭവമുള്ള സൈനികരുടെ അഭാവം അവരെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. അതുകൊണ്ട് തന്നെ അധിക നേരം പിടിച്ചു നിൽക്കാൻ റെനിയേര ഈ സൊഡെറീന എന്ന കപ്പലിലെ നാവികർക്കും അതിൻ്റെ ക്യാപ്റ്റനും സാധിച്ചില്ല. തിരമാലകളെ അതിസമർത്ഥമായി മറികടന്നുകൊണ്ട് ജോൺ വോർഡ് 3 മണിക്കൂറുകളും നിരന്തരമായി
റെനിയേര എന്ന കപ്പലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. പീരങ്കികൾ കൊണ്ട് കപ്പലിന്റെ പുറംചട്ടകൾ അദ്ദേഹം തകർത്തു കഴിഞ്ഞിരുന്നു. ചെറുത്തുനിൽപ്പ് കുറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ കപ്പലെടുപ്പിച്ച ജോൺ വോർഡ് തന്റെ ആളുകളോട് റെനിയേര കപ്പലിലേക്ക് ഇരച്ചു കയറാൻ ആജ്ഞാപിച്ചു. ജോൺ വോർഡിന്റെ ആളുകൾ കപ്പലിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങിയതോടെ ആ കപ്പലിലുണ്ടായിരുന്ന യാത്രക്കാരും നാവികരും ഒന്നിച്ച് തിരിച്ചടിക്കാൻ ആരംഭിച്ചു. ഈ സമയത്ത് തന്നെ വാർഡ് തന്റെ പീരങ്കി നിയന്ത്രിച്ചിരുന്ന ആളുകളോട് ചെയിൻ ഷോട്ട് പ്രയോഗിക്കാൻ ആവശ്യപ്പെടുന്നു. ചെയിൻ ഷോട്ട് എന്നാൽ 2 പീരങ്കി ബോംബുകൾ ഒരു ചങ്ങലയിൽ ബന്ധിപ്പിച്ച തരത്തിലുള്ള ഒരു ആയുധമാണ്. ഇത് കൂടുതൽ ശക്തമായ സ്ഫോടനശേഷിയും അപകടകരമായ ആയുധവുമാണ്. പീരങ്കികൾ ചെയിൻ ഷോട്ട് പ്രയോഗം തുടങ്ങിയതോടെ റെനിയേര കപ്പലിലെ സൈനികരും ചെറുത്തുനിൽപ്പ് നടത്തിയ യാത്രക്കാരും കൂട്ടമായി മരിച്ചു വീഴുകയും കടലിലേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. ചില സൈനികർ പല കഷണങ്ങളായി പൊട്ടിച്ചിതറി. ഇതൊക്കെ കണ്ട ബാക്കിയുള്ളവർ ആകെ ഭയന്ന് പിന്നോട്ട് മാറി. പക്ഷേ അവരെയൊക്കെ ജോൺ വോർഡിന്റെ സംഘം ഒന്നൊന്നായി വെട്ടിക്കൊലപ്പെടുത്തി. നിമിഷങ്ങൾക്കുള്ളിൽ മെഡിറ്ററേനിയൻ കടലിലെ അത്യാഡംബരപൂർണമായ എക്കാലത്തെയും മികച്ച കപ്പലുകളിൽ ഒന്നിന്റെ യജമാനനും കമാൻഡറുമായി ജോൺ വോർഡ് മാറിയിരിക്കുന്നു. ഭാഗികമായി തകർന്ന ആ കപ്പലിലേക്ക് രാജകീയമായ ഒരു എൻട്രി തന്നെയാണ് ജോൺ വോർഡ് നടത്തിയത്. റെനിയേര എന്ന കപ്പലിൽ ഉണ്ടായിരുന്ന ഗണ്യമായ സമ്പത്തിന്റെ ഏക ഉടമയും ഇപ്പോൾ ജോൺ വോർഡ് തന്നെയാണ്. ജോൺ വോർഡ് തന്റെ ജീവിതത്തിൽ നേടിയ ഏറ്റവും വലിയ വിജയം തന്നെയായിരുന്നു റെനിയേര എന്ന കപ്പലിന്റെ പിടിച്ചെടുക്കൽ. പക്ഷേ ഈ സംഭവം സൃഷ്ടിക്കാൻ പോകുന്ന കൊടുങ്കാറ്റിനെ കുറിച്ച് ജോൺ വോർഡിന് അറിയില്ലായിരുന്നു. കൊള്ളകൾ നടത്തുക, ലാഭം നേടുക എന്നത് മാത്രം ലക്ഷ്യം വെച്ച ജോൺ വോർഡ് ഒരു വെനീഷ്യൻ കപ്പൽ ആക്രമിച്ചതോടെ മെഡിറ്ററേനിയൻ കടലിൽ നയതന്ത്രപരമായ വലിയ പ്രതിസന്ധികൾ ഉടലെടുക്കുന്നു. റെനിയേര കപ്പൽ പിടിച്ചെടുത്തതോടുകൂടി വളരെയധികം കുപ്രസിദ്ധി നേടിക്കഴിഞ്ഞ ഒരാളായി ജോൺ വോർഡ് മാറിക്കഴിഞ്ഞു. ഒരു ഇംഗ്ലീഷുകാരനായ കടൽ കൊള്ളക്കാരനാണ് തങ്ങളുടെ കപ്പൽ ആക്രമിച്ചതും സൈനികരെ നിഷ്ഠൂരമായി വധിച്ചതും എന്ന് മനസ്സിലാക്കിയ വെനീഷ്യൻ സർക്കാർ ഇംഗ്ലണ്ട് സർക്കാരിന് നേരെ തിരിയുന്നു. എല്ലായിടത്തും സമാധാനത്തിന്റെ വെള്ളക്കൊടി പാറിച്ചുകൊണ്ട് ആരുമായും വെല്ലുവിളിക്കാൻ നിൽക്കാതെ ന്യൂട്രലായി മാത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇംഗ്ലീഷ് രാജാവായിരുന്ന ജെയിംസ് ഒന്നാമനിലേക്ക് വെനീഷ്യൻ സർക്കാരിന്റെ അറിയിപ്പ് വരുന്നു. തങ്ങൾക്ക് നഷ്ടപ്പെട്ട കപ്പലിന്റെയും അതിന്റെ സൈനികരുടെയും ജീവനും സൊഡറീന കപ്പലിൽ ഉണ്ടായിരുന്ന വിലയേറിയ ചരക്കുകളുടെയും നഷ്ടം ഇംഗ്ലണ്ട് സർക്കാർ നികത്തണം എന്നതായിരുന്നു സന്ദേശം. അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് തയ്യാറാകാൻ വെനീഷ്യൻ സർക്കാർ ജെയിംസ് ഒന്നാമനെ അറിയിക്കുന്നു. യൂറോപ്പിലെ തന്നെ ഏറ്റവും മഹാനായ സമാധാന ഭരണാധികാരി എന്നൊക്കെ സ്വയം സങ്കല്പിച്ചിരുന്ന ഒരാളായിരുന്നു ജെയിംസ് ഒന്നാമൻ. അദ്ദേഹത്തിന് ഇത് ശരിക്കും ഒരു അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു. കോർസെയറുകൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഒരു രാജ്യദ്രോഹിയായ വെറുമൊരു മത്സ്യത്തൊഴിലാളി നടത്തുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ ഇംഗ്ലണ്ട് സിംഹാസനത്തിന് ഇളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതോടെ യുദ്ധം ഒഴിവാക്കാനായി ജെയിംസ് രാജാവിന് മുന്നിൽ ഒരേ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ജോൺ വോർഡിനെ വെനീഷ്യൻ സർക്കാരിന് കൈമാറുക എന്നതാണ്. അതിനായി ജെയിംസ് ഒന്നാമൻ താൻ തന്നെ നിരോധിച്ച ഇംഗ്ലണ്ട് പ്രൈവറ്റ് സേനയായ കടൽക്കൊള്ളക്കാരെ വീണ്ടും ഏകോപിപ്പിച്ച് മെഡിറ്ററേനിയൻ കടലിലേക്ക് ജോൺ വോർഡിനെ പിടിച്ചുകൊണ്ടുവരാൻ അയക്കുന്നു. ഈ സമയത്ത് തൻ്റെ വെനീഷ്യൻ കപ്പലിലെ ആക്രമണം വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയും അത് തൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്ത ജോൺ വോർഡ് ഒരു മുഴം മുന്നേ എറിയാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സൊഡറീന കപ്പലിൽ നിന്നും പിടിച്ചെടുത്ത നിധിയുടെ ഒരു ഭാഗം ഇംഗ്ലണ്ടിലേക്ക് അയച്ച് രാജാവുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുക എന്നതായിരുന്നു ജോൺ വോർഡിന്റെ തന്ത്രം. ഇത് അന്നൊക്കെ കടൽക്കൊള്ളക്കാർ പിടികൂടപ്പെടുമ്പോൾ സാധാരണയായി നടത്തുന്ന ഒരു നീക്കമാണ്. കൊള്ളവസ്തുക്കൾ വെച്ച് വിലപേശൽ നടത്തി ശിക്ഷകളിൽ നിന്നും മുക്തനാവുക എന്നത്. ഈ കൊള്ള മുതൽ ഭരണാധികാരികൾ സ്വീകരിക്കുകയും അവരുടെ തെറ്റുകൾക്ക് മാപ്പ് നൽകുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചർച്ചയ്ക്കാണ് ഇപ്പോൾ ജോൺ വോർഡ് ഒരുങ്ങുന്നത്. അങ്ങനെ ഒരു വിലപേശൽ നടത്താനായി ജോൺ വോർഡിന്റെ പക്കൽ ഒരു വലിയ നിധിശേഖരം തന്നെയുണ്ട്. പക്ഷേ വിലപേശാനായി കയ്യിൽ ഒന്നുമില്ല എങ്കിൽ പിടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് വഴങ്ങുകയേ വഴിയുള്ളൂ. ഇപ്പോൾ എന്തായാലും നമ്മുടെ ജോൺ വോർഡ് ഒരു വലിയ നിധിശേഖരം തന്നെ കയ്യിലുള്ള ഒരു സമ്പന്നനാണ്. പക്ഷേ തൻ്റെ കയ്യിലുള്ള നിധിശേഖരം ഇംഗ്ലണ്ടിൽ എത്തിക്കുക എന്നത് ഇപ്പോൾ ജോൺ വോർഡിന് എളുപ്പമുള്ള കാര്യമല്ല. വെനീഷ്യൻ സർക്കാരിൻ്റെ വൻ സേനയും ജെയിംസ് ഒന്നാമൻ അയച്ചിരിക്കുന്ന ഒരു വലിയ കടൽക്കൊള്ള സംഘവും മെഡിറ്ററേനിയൻ കടലിൽ ജോൺ വോർഡിനായി വല വിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നീക്കങ്ങൾ വളരെ സൂക്ഷിച്ചു വേണമെന്ന് ജോൺ വോർഡിന് നന്നായി തന്നെ അറിയാം. ഇതിനായി അദ്ദേഹം നടത്തിയ ആദ്യത്തെ നീക്കം, അദ്ദേഹം അന്നുവരെ ഉപയോഗിച്ച എല്ലാ കപ്പലുകളും ഒളിപ്പിക്കുകയും ഇംഗ്ലണ്ടിലേക്ക് പോകാനായി ഹസ്ബൻഡ് എന്ന പേരുള്ള ഒരു കപ്പലും അതിലെ ക്യാപ്റ്റനെയും ചില ജീവനക്കാരെയും അടക്കം ട്യൂണീസിൽ നിന്നും വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. കുറേശ്ശെയായി ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ കൊണ്ട് തന്നെ കൊള്ളവസ്തുക്കൾ ഹസ്ബൻഡ് എന്ന കപ്പലിലേക്ക് ലോഡ് ചെയ്യാൻ ആരംഭിച്ചു. അതിന് പ്രത്യക്ഷത്തിൽ ജോൺ വോർഡ് അല്ല നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ തന്നെ പരിചയക്കാരായ ട്യൂണീഷ്യക്കാരാണ് ഈ ലോഡിങ്ങിന് നേതൃത്വം കൊടുത്തത്.
ഈ ഹസ്ബൻഡ് എന്ന കപ്പലിനൊപ്പം ഉണ്ടായിരുന്ന ക്യാപ്റ്റന് പോലും എന്താണ് കപ്പലിൽ ലോഡ് ചെയ്യുന്നതെന്നും എവിടേക്കാണ് പോകേണ്ടതെന്നും തുടക്കത്തിലൊന്നും അറിയില്ലായിരുന്നു. അദ്ദേഹം ഇപ്പോഴൊരു കാഴ്ചക്കാരൻ മാത്രമാണ്. ദിവസങ്ങൾ കൊണ്ട് ട്യൂണീസിൽ നിന്നും കുറെ കെട്ടുകളായി പല സമയങ്ങളിലായി കപ്പലിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ യാത്ര ചെയ്യാനായി വളരെ വ്യത്യസ്തരായ യാത്രക്കാരെയും അവർ തയ്യാറാക്കി. ആയുധധാരികളായ ജോൺ വോർഡിന്റെ സംഘത്തിലുള്ളവരും ഈ കപ്പലിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു. എന്താണ് കപ്പലിൽ ഉള്ളതെന്നറിയാത്ത ക്യാപ്റ്റന് ലഭിച്ച നിർദ്ദേശം കപ്പൽ ഇംഗ്ലണ്ടിൽ എത്തിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ ഒരു വലിയ നിധിയുമായി ഹസ്ബൻഡ് എന്ന കപ്പൽ ട്യൂണീസിൽ നിന്നും ഇംഗ്ലണ്ട് ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. ഇംഗ്ലണ്ടിന്റെ തുറമുഖത്തേക്ക് അടുക്കുന്നതിന് ഏതാനും മൈലുകൾ മാത്രം മുൻപ് ഈ വിവരം എങ്ങനെയോ മണത്തറിഞ്ഞ വെനീസ് സേന ഹസ്ബൻഡ് എന്ന കപ്പൽ പിടിച്ചെടുത്തു. കപ്പലിലുണ്ടായിരുന്നവർക്ക് പൊരുതാൻ പോലും സാധിക്കാത്ത വിധം ഒരു വലിയ സേന തന്നെയായിരുന്നു അവരെ വളഞ്ഞത്. കപ്പലും അതിലുണ്ടായിരുന്ന ജോൺ വോർഡിന്റെ മുഴുവൻ സമ്പാദ്യവും വെനീസ് സേന പിടിച്ചെടുത്തതോടെ ഇംഗ്ലണ്ട് രാജാവുമായി നടത്താനിരുന്ന വിലപേശൽ ഇനി സാധ്യമല്ല. മാത്രമല്ല, ഈ കപ്പൽ വെനീസ് സേന പിടിച്ചെടുത്തതറിഞ്ഞ ജെയിംസ് രണ്ടാമൻ ജോൺ വോർഡുമായി നടത്താനിരുന്ന ചർച്ചയും മാപ്പ് കൊടുക്കലുമൊക്കെ റദ്ദാക്കി. ഇതോടെ ഇനി ഒരിക്കലും ഇംഗ്ലണ്ടിലേക്ക് തിരികെ പോകാൻ തനിക്ക് കഴിയില്ല എന്ന സത്യം ജോൺ വോർഡ് തിരിച്ചറിയുന്നു. പക്ഷേ ജോൺ വോർഡ് തോൽക്കാൻ തയ്യാറാകുന്ന മനുഷ്യനല്ല ഇപ്പോഴും. അദ്ദേഹം തൻ്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെടുത്തിയെങ്കിലും അദ്ദേഹത്തിന് ഇനിയും കടൽക്കൊള്ളകൾ നടത്താനും സമ്പത്ത് ശേഖരിക്കാനും സായുധ കപ്പലുകളും അദ്ദേഹത്തെ വിശ്വസിക്കുന്ന ഒരു വലിയ സേനയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോൾ ശക്തമായ ഒരു കപ്പൽ കൂടി ചേർന്നിരിക്കുന്നു. അത് അക്കാലത്തെ കപ്പലുകളിൽ ഏറ്റവും ആധുനികമായി നിർമ്മിച്ചിരിക്കുന്ന വെനീഷ്യൻ കപ്പലായ റെനിയേര ഇ സൊഡറീന എന്ന കപ്പലാണ്. എല്ലാ അറ്റകുറ്റപ്പണികളും നടത്തി കൂടുതൽ ആയുധ സജ്ജമാക്കിയ റെനിയേര എന്ന കപ്പൽ ഇപ്പോൾ ജോൺ വോർഡിന്റെ ഫ്ലാഗ്ഷിപ്പായി മാറിക്കഴിഞ്ഞു. അവർ അടുത്ത യാത്രയ്ക്കായി തയ്യാറായി. നാവികരും സൈനികരും അടക്കം 400ഓളം വരുന്ന ആൾക്കാരുമായി ജോൺ വോർഡിന്റെ കപ്പൽ വ്യൂഹം ട്യൂണീസിൽ നിന്നും യാത്ര ആരംഭിച്ചു. ഈ യാത്രയുടെ ആരംഭത്തിൽ തന്നെ 2 ഇംഗ്ലീഷ് വ്യാപാര കപ്പലുകളും 1 ഡച്ച് വ്യാപാര കപ്പലും ആക്രമിച്ച് കീഴടക്കാൻ അവർക്ക് സാധിച്ചു. തുടക്കം തന്നെ വളരെ മികച്ചതായി ജോൺ വോർഡിന് തോന്നി. പക്ഷേ അന്നേ ദിവസം തന്നെ രാത്രിയിൽ യാത്ര തുടരുന്നതിനിടയിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശി തുടങ്ങി. നിരന്തരം ഉയർന്നു പൊങ്ങുന്ന കൂറ്റൻ തിരമാലകൾക്കിടയിൽ ഈ കപ്പൽ വ്യൂഹം അകപ്പെട്ടു. ഈ കാറ്റിലും കൂറ്റൻ തിരമാലയിലും പെട്ട് ആദ്യം തകർക്കപ്പെട്ട കപ്പൽ ആ കപ്പൽ വ്യൂഹത്തിലെ ഏറ്റവും ശക്തമായ കപ്പൽ എന്ന് ധരിച്ച റെനിയേര ഇ സൊഡറീന തന്നെയായിരുന്നു. ശേഷം ബാക്കിയുണ്ടായിരുന്ന കപ്പലുകളെയും ഒന്നൊന്നായി തിരമാലകൾ വിഴുങ്ങി തുടങ്ങി. ഈ കപ്പൽ ദുരന്തത്തിൽ ഒന്നില്ലാതെ എല്ലാ കപ്പലുകളും കടലിൻ്റെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി. 250ഓളം യൂറോപ്യൻസും 150ഓളം വരുന്ന മുസ്ലിം വംശജരുമടക്കം 400 പേർ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ഈ അപകടത്തിൽ തന്നെ ജോൺ വോർഡും കൊല്ലപ്പെട്ടതായിട്ടാണ് ആദ്യം കരുതപ്പെട്ടത്. പക്ഷേ ഈ അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ജോൺ വോർഡ് ഒരു ചെറിയ ബോട്ടിൽ ട്യൂണീസിലേക്ക് എത്തിച്ചേരുന്നു. ട്യൂണീസിൽ അദ്ദേഹം ജീവനോടെ എത്തിച്ചേർന്നത് എല്ലാവരും അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒപ്പം കടലിൽ പോയ മറ്റാരും തന്നെ ജീവനോടെ തിരികെ എത്തിയിട്ടില്ല. പക്ഷേ ടീമിൻ്റെ ക്യാപ്റ്റൻ മാത്രം തിരികെ എത്തിയിരിക്കുന്നു. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ, ഭാര്യമാർ, മക്കൾ, സഹോദരങ്ങളൊക്കെ ജോൺ വോർഡിനോട് അവർ എവിടെയെന്ന് തിരക്കുകയും ജോൺ വോർഡിനെ ശപിക്കുകയും ചെയ്യുന്നു. ഒരപകടത്തിൽ നിന്നും മറ്റുള്ളവരെ രക്ഷിക്കേണ്ട ഏറ്റവും വലിയ ചുമതലയുള്ള ക്യാപ്റ്റൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് അവർ ചോദ്യമുയർത്തി. ജോൺ വോർഡിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നേടിയതെല്ലാം നഷ്ടപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. നേടിയ സമ്പാദ്യം നഷ്ടപ്പെട്ടു, കപ്പലുകൾ നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ സേനയെ നഷ്ടപ്പെട്ടു. ട്യൂണീസിലെ മനുഷ്യരുടെ മനസ്സിലെ സ്ഥാനവും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ആശ്രയിക്കാനായി ലോകത്ത് ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ട്യൂണീസ് ഭരണാധികാരിയായ കാര ഒസ്മാൻ മാത്രമാണ്. സേനയും കപ്പലുകളും ഒന്നുമില്ലാത്ത ജോൺ വോർഡിനെ പക്ഷേ ആർക്കും ആവശ്യമുണ്ടായിരുന്നില്ല. രാത്രിയുടെ മറവിൽ ട്യൂണീസിൽ നിന്നും എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചു. പക്ഷേ അവിടെയും വാർഡ് മറ്റൊരു തീരുമാനമാണ് എടുത്തത്. 1607 തന്നെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയും യൂസഫ് റെയ്സ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതോടെ ജോൺ വോർഡിന്റെ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ജീവിതം എന്നേക്കുമായി അവസാനിക്കുന്നു. അദ്ദേഹം തൻ്റെ സമൂഹത്തെയും രാജ്യത്തെയും രാജാവിനെയും ജനങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചു. ഈ സംഭവം ഇംഗ്ലണ്ടുകാർക്ക് അവരോട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും ഹീനമായ പ്രവൃത്തിയായി കണ്ടു. പക്ഷേ ഇസ്ലാം മതം സ്വീകരിച്ചത് ജോൺ വോർഡിന്റെ ഏറ്റവും സുപ്രധാനമായ ചുവടുവെപ്പായി കണക്കാക്കപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ മതപരിവർത്തനം ചെയ്തവരെ ഇംഗ്ലണ്ടിൽ പറയപ്പെട്ടിരുന്നത് റെനഗേഡ്സ് എന്നായിരുന്നു. ഇവരെ ഇംഗ്ലണ്ടിൽ തരം താഴ്ത്തപ്പെട്ടപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ഇവർക്ക് പ്രമുഖ സ്ഥാനങ്ങൾ ലഭിച്ചിരുന്നു. അവരിൽ പലർക്കും യോഗ്യതയനുസരിച്ച് അൽജിയേഴ്സ്, ട്യൂണീസ് തുടങ്ങിയ പ്രദേശങ്ങളിലെ കപ്പലിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനവും നാവിക സ്ഥാനവും ഒക്കെ ലഭിക്കുന്നുണ്ട്.
ഇതുമാത്രമല്ല, പ്രാദേശികമായി അവർക്ക് കൂടുതൽ പ്രാധാന്യവും അധികാരങ്ങളും അവർ നൽകിയിരുന്നു. മതപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണ് ജോൺ വോർഡ് ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ ട്യൂണീസിലെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിരുന്നു. 1612 വാർഡിൻ്റെ ഇസ്ലാം മതത്തിലേക്കുള്ള പരിവർത്തനം ഇംഗ്ലണ്ടിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. 1612 ജോൺ വോർഡിനെ അധിക്ഷേപിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടുമൊക്കെ നാടകങ്ങളും കവിതകളും രചിക്കപ്പെട്ടു. അതിൽ ഒരു നാടകത്തിൻ്റെ പേര് ഇങ്ങനെയായിരുന്നു: ഒരു ക്രിസ്ത്യാനി തുർക്കിയായി മാറി. സാമ്പത്തിക നേട്ടത്തിനോ സാമൂഹിക പദവിക്ക് വേണ്ടിയോ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മതപരിവർത്തനമെന്ന് ഈ നാടകത്തിൽ ചിത്രീകരിക്കുന്നു. മറിച്ച് അതൊരു പ്രണയത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി ചെയ്തതാണ് എന്നാണ് ഈ നാടകത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അതായത് അദ്ദേഹം പ്രണയിച്ചിരുന്ന ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് മതപരിവർത്തനം നടത്തിയത് എന്ന് ഇംഗ്ലണ്ടിൽ കഥകൾ പരന്നു. ഇങ്ങനെയുള്ള കഥകളിലൂടെയും മറ്റും ജോൺ വോർഡിനെ പുച്ഛിക്കാൻ പലരും കടന്നു വന്നു. പക്ഷേ ജോൺ വോർഡിനെ പ്രചോദനമാക്കിയ, തങ്ങളുടെ നായകനാക്കി മാറ്റിയ ഒരു ജനതയും അന്ന് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. ദാരിദ്ര്യത്തിൽ നിന്നും ആഡംബരപൂർണമായ ജീവിതശൈലി തേടി ഉയരങ്ങൾ കീഴടക്കിയ ജോൺ വോർഡിൻ്റെ ജീവിതം അവർക്ക് വലിയ പ്രചോദനം തന്നെയായിരുന്നു. ആ ജീവിതം പ്രചോദനമാക്കിയെടുത്ത് മെഡിറ്ററേനിയൻ കടലിലേക്ക് കടൽക്കൊള്ളക്കാരായി ഇംഗ്ലണ്ടിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ കടന്നു ചെല്ലുന്നുണ്ട്. അവരിൽ പലരും തങ്ങളുടെ ഹീറോ പോയതുപോലെ തന്നെ ഇസ്ലാമിലേക്കും മതം മാറ്റം നടത്തി. പക്ഷേ എന്തുതന്നെയായാലും തോൽക്കാൻ മനസ്സില്ലാത്തവൻ തന്നെയായിരുന്നു ജോൺ വോർഡ്. അദ്ദേഹം എപ്പോഴും ആദരവും സ്ഥാനങ്ങളുമുള്ള വ്യക്തിയായി തന്നെയാണ് ജീവിതം മുന്നോട്ട് നയിച്ചത്. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതിന് ശേഷം അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒരു അധ്യാപകന്റെ വേഷമാണ്. ട്യൂണീസിലെ കടൽക്കൊള്ളക്കാർക്ക് വേണ്ടി അദ്ദേഹം ഒരു അക്കാഡമിക്ക് തന്നെ തുടക്കമിട്ടു. ബാർബറി കോർസേറുകൾക്ക് അടുത്ത തലമുറയിലേക്കുള്ള കഴിവുള്ള നാവികരെയും സൈനികരെയും സമ്മാനിക്കാനായി അദ്ദേഹം അവർക്ക് നാവിഗേഷൻ്റെയും കപ്പൽ നിർമ്മാണത്തിൻ്റെയും തോക്കുകളുടെയും പീരങ്കികളുടെയും മറ്റ് ആയുധങ്ങളുടെയും ഒക്കെ പരിശീലനങ്ങൾ നൽകാൻ തുടങ്ങി. പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ തുടക്കമിട്ട ജോൺ വാർഡിനെ ട്യൂണീസുകാർ ആദരവോടെ കണ്ടു. കടലിലെ തൻ്റെ പരിചയവും അനുഭവവും ഒക്കെ അദ്ദേഹം അവരെ പരിശീലിപ്പിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തി. ഇംഗ്ലീഷ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുപ്രസിദ്ധനായ കടൽക്കൊള്ളക്കാരിൽ ഒരാളായി മാറാൻ ജോൺ വോർഡിന് സാധിച്ചതിന് പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. അത് തീരദേശത്ത് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന കപ്പലുകളെ സമുദ്രത്തിനുള്ളിലേക്ക് കടക്കാൻ കഴിയത്തക്ക വിധത്തിൽ രൂപമാറ്റം ചെയ്യാനുള്ള ജോൺ വോർഡിൻ്റെ കഴിവായിരുന്നു. വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളെ ആദ്യമായി ഈ സാങ്കേതികവിദ്യ പഠിപ്പിച്ചത് ജോൺ വോർഡ് തന്നെയാണ്. ജോൺ വാർഡിൻ്റെ കടന്നുവരവിന് മുൻപ് വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ളവർ മെഡിറ്ററേനിയൻ കടലിന് പുറത്ത് കച്ചവടത്തിനോ കടൽക്കൊള്ള നടത്തുന്നതിനോ യാത്ര ചെയ്തിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഉൾക്കടലിൽ യാത്ര ചെയ്യുന്നതിന് ശേഷിയുള്ള കപ്പലുകളുടെ അഭാവമായിരുന്നു. വടക്കേ ആഫ്രിക്കൻ സമൂഹങ്ങൾ അക്കാലത്ത് തുഴകളും അത് തുഴയാൻ ആവശ്യമുള്ള ആളുകളുമുള്ള ഗാലി എന്ന് വിളിക്കുന്ന കപ്പലുകളായിരുന്നു ഉപയോഗിച്ചത്. ഇത് നിരന്തരം തുഴയുന്നതിനും അതിൻ്റെ മെയിൻ്റനൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ മാൻ പവർ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അക്കാലത്ത് അവർ അടിമകളെ ഉപയോഗിച്ചിരുന്നത്. ട്യൂണീസിലെയും മറ്റ് വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ബാബരി കോർസെയറുകൾക്കും വടക്കൻ അറ്റ്ലാന്റിക് കപ്പലുകളെ പരിചയപ്പെടുത്തുന്നത് ജോൺ വാർഡ് തന്നെയായിരുന്നു. ചതുരാകൃതിയിലുള്ള ഈ കപ്പലുകൾ കാറ്റിൻ്റെ സഹായത്തോടെ കൂടുതൽ ദൈർഘ്യമുള്ള യാത്രകൾ നടത്താൻ പ്രാപ്തമായിരുന്നു. ഈ കപ്പലുകൾ അറ്റ്ലാന്റിക് സമുദ്രത്തിലും മറ്റും വളരെ വിജയകരമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ കപ്പലുകളുടെ സാങ്കേതിക വിദ്യ ലഭിച്ചതോടെയാണ് വടക്കേ ആഫ്രിക്കൻ രാജ്യത്തുള്ള ബാബരി കൊസേറുകളും മറ്റും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ യാത്ര നടത്താൻ ആരംഭിക്കുന്നത്. 1612ഓടെ കടൽക്കൊള്ളയിൽ നിന്നും പൂർണ്ണമായും പിന്മാറിയ ജോൺ വാർഡ് ഒരു പരിശീലകനായി മാറുന്നു. ട്യൂണീസ് കൊട്ടാരത്തിൽ ആഡംബരപൂർണമായ ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ട്യൂണീസ് കൊട്ടാരത്തിൽ മദ്യവും അത് വിളമ്പാൻ പരിചാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെയുള്ള അത്യാഡംബരപൂർണമായ ഒരു ജീവിതം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് നയിച്ചത്. ഇംഗ്ലണ്ടിലെ ഒരു ദരിദ്ര മത്സ്യത്തൊഴിലാളിയായി ജനിച്ച ജോൺ വാർഡിന് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ആഡംബരപൂർണമായ ജീവിതം അങ്ങനെ ലഭിക്കുന്നു. 1616 വില്യം ലിത്കോ എന്ന സ്കോട്ടിഷ് പര്യവേഷകൻ ട്യൂണീസിൽ വെച്ച് വാർഡിനെ കണ്ടുമുട്ടുകയും അവിടെ മാർബിളിൽ നിർമ്മിച്ച മനോഹരമായ ഒരു കൊട്ടാരത്തിൽ ജോൺ വാർഡ് താമസിക്കുന്നത് കണ്ടതായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇക്കാലത്തൊക്കെയും മുടക്കം കൂടാതെ ഇംഗ്ലണ്ടിലെ തൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹം പണം അയച്ചിരുന്നതായി പറയപ്പെടുന്നു. എങ്കിലും അദ്ദേഹം ട്യൂണീസിലായിരിക്കുമ്പോൾ തന്നെ അവിടെയും ഒരു വിവാഹം കഴിച്ചതായി പറയപ്പെടുന്നുണ്ട്. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൊട്ടാര വളപ്പിൽ പലതരത്തിലുള്ള കോഴികളെയും മറ്റും വളർത്തിയതായി പറയപ്പെടുന്നു. 1622 ജോൺ വാർഡിൻ്റെ 70ാമത്തെ വയസ്സിൽ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിൽ വെച്ച് മരണപ്പെടുന്നത് പ്ലേഗ് പിടിപെട്ടായിരുന്നു. ഏതൊരു കാലഘട്ടത്തിലെയും എഴുതപ്പെട്ട ലോക ചരിത്രത്തിൽ
ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുകയും ശ്രദ്ധേയമായതും ആഡംബരപൂർണവുമായ ജീവിതം ആസ്വദിച്ച ശേഷം മരണപ്പെട്ട ഒരേ ഒരു കടൽ കൊള്ളക്കാരൻ മാത്രമേ ഉള്ളൂ. അത് ജോൺ വാർഡ് തന്നെയാണ്. മരണശേഷവും ജോൺ വാർഡിന്റെ പാരമ്പര്യം തുടരുന്നതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പരിശീലിപ്പിച്ച നാവികരും സൈനികരുമൊക്കെ മെഡിറ്ററേനിയൻ കടലിൽ മാത്രം അല്ല ഒതുങ്ങി നിന്നത്. അവർ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടന്നു ചെല്ലുകയും കപ്പലുകളിൽ ആക്രമണം നടത്തി യൂറോപ്യൻസിനെ അടിമകളാക്കി പിടിച്ചുകൊണ്ടുവരികയും ചെയ്തു. 17-ാം നൂറ്റാണ്ടിലാണ് കൂടുതൽ യൂറോപ്യൻസിനെ വടക്കേ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പിടിച്ചുകൊണ്ടുവരികയും അവരെ അടിമപ്പണിക്ക് വിധേയരാക്കുകയും ചെയ്തത്. ഈ കാലയളവിൽ ഏകദേശം 1 മുതൽ 1.25 ലക്ഷം വരെ യൂറോപ്യന്മാർ അടിമകളായി ജോലി ചെയ്തിരുന്നു. ഈ സമയത്ത് യൂറോപ്യൻസ് തങ്ങളുടെ ആളുകളെ അടിമകളായി ഉപയോഗിക്കുന്നതിന് നിരന്തരം എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം തന്നെ ആഫ്രിക്കൻസിനെ അവർ അടിമകളാക്കി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. 1631 കോർസെയറുകൾ മെഡിറ്ററേനിയൻ കടലിൽ നിന്നും കപ്പൽ കയറി അയർലൻഡിൽ എത്തിച്ചേരുന്നു. അവിടെ ബാൽട്ടിമോർ തുറമുഖത്ത് നടത്തിയ ആക്രമണത്തിലാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ യൂറോപ്യന്മാരെ പിടികൂടി അടിമകളാക്കിയ സംഭവം നടക്കുന്നത്. തുറമുഖ തീരത്തുള്ള ഗ്രാമങ്ങളിൽ ആക്രമണം നടത്തിയ കോർസെയറുകൾ അന്ന് 100ഓളം യൂറോപ്യൻസിനെ പിടികൂടി. ഈ പിടികൂടിയവരിൽ ഭൂരിഭാഗവും ഇംഗ്ലണ്ടിൽ നിന്നും അയർലൻഡിലേക്ക് കുടിയേറിയവരായിരുന്നു. ഇവരെ അടിമകളാക്കുകയും അൽജിയേഴ്സിലെ അടിമച്ചന്തകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഏതായാലും തൻ്റെ 70 വർഷത്തെ ജീവിതത്തിനിടയിൽ ജോൺ വാർഡ് പലതരത്തിലുള്ള ജീവിതങ്ങൾ നയിച്ചു. ഒരു ദരിദ്രനായ മത്സ്യത്തൊഴിലാളിയായി, ഒരു പ്രൈവറ്റ് നാവികനായും, കടൽക്കൊള്ളക്കാരനായും, ഒടുവിൽ ഒരു പരിശീലകനായും അദ്ദേഹം ജീവിച്ചു. ഒരു ഇംഗ്ലീഷുകാരനായും, ഒരു ക്രിസ്ത്യാനിയായും, ഒരു ഓട്ടോമൻ പൗരനായും, മുസ്ലിമായും അദ്ദേഹം ജീവിച്ചു. തൻ്റെ ജന്മനാടിന് അദ്ദേഹം ഒരു വില്ലനായപ്പോൾ അദ്ദേഹം നയിച്ച മറ്റു മനുഷ്യർക്ക് അദ്ദേഹം ഒരു നേതാവും മികച്ച ജീവിതവും പ്രദാനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. വിധിയെ ധിക്കരിച്ച, പ്രായത്തെ അതിജീവിച്ച ധൈര്യശാലിയായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നും ശക്തനായ ഒരു വ്യക്തിയായി മാറുക എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഏതു വഴിയിൽ സഞ്ചരിക്കണമെന്ന് സ്വയം തീരുമാനിച്ചവൻ, ഒരധികാരിക്കും ഒരു രാജ്യത്തിനും തടഞ്ഞു നിർത്താനോ തകർക്കാനോ കഴിയാത്തവൻ, ഓരോ തവണയും പരാജയപ്പെടുമ്പോൾ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു പറന്നവൻ, മരണം വരെ സ്വന്തം ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്ത മനുഷ്യൻ, അതായിരുന്നു ജോൺ വാർഡ്. ഞാൻ ഈ വീഡിയോയിൽ ജോൺ വാർഡിനെ ജാക്ക് സ്പാരോ എന്ന് പരാമർശിച്ചുകൊണ്ട് സംസാരിക്കാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യാത്തത് അദ്ദേഹത്തിൻ്റെ ജീവിതവും ജാക്ക് സ്പാരോ എന്ന കഥാപാത്രത്തിൻ്റെ നിർമ്മാണവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. യഥാർത്ഥത്തിൽ ജാക്ക് സ്പാരോ എന്ന പേര് ജോൺ വാർഡിൻ്റേത് തന്നെയാണ്. പക്ഷേ ഞാൻ ആ പേരെടുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി സംസാരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ എന്ന സിനിമയിലെ കഥാപാത്രവുമായി ഒത്തുനോക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അതൊരിക്കലും ന്യായമായ ഒന്നായി എനിക്ക് തോന്നിയില്ല. ജാക്ക് സ്പാരോ എന്ന കഥാപാത്രം വളരെ ഹാസ്യപരമായി മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജോൺ വാർഡിൻ്റെ ജീവിതത്തിൽ ഹാസ്യം എന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. ജോൺ വാർഡിൻ്റെ ജീവിതം അദ്ദേഹം തന്നെ എഴുതിയ ഒരു തിരക്കഥയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.